ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയുടെ ACCA എന്ന കോഴ്സിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ACCA എന്നതിൻ്റെ ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നാണ്. ഈ കോഴ്സിന് 3 പാർട്സ് ആണുള്ളത്. 13 എക്സാംസ്, 3 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, EPSM എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മോഡ്യൂൾ, ഇങ്ങനെ 3 പാർട്സ് ആയിട്ടാണ് ഇത് വരുന്നത്, ഈ കോഴ്സ് വരുന്നത്. ഈ 13 എക്സാമുകളിൽ എല്ലാ എക്സാമും 100 മാർക്ക് വെച്ചാണ്. അതായത് ഓരോ എക്സാമും 100 മാർക്കിനാണ്. 50% ഇതിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് BCom ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ 4 പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. അപ്പം മൊത്തം 9 പേപ്പർ അറ്റൻഡ് ചെയ്താൽ മതിയാവും. നേരത്തെ പറഞ്ഞ 13 എക്സാമുകൾ 3 ലെവലായിട്ടാണ് വരുന്നത്. നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ. ഇതിൽ നോളജ് ലെവലിൽ 3 പേപ്പർ, സ്കിൽ ലെവലിൽ 6 പേപ്പർ, പ്രൊഫഷണൽ ലെവലിൽ 4 പേപ്പർ, ഇങ്ങനെയാണ് പേപ്പേഴ്സ് വരുന്നത്. പ്രൊഫഷണൽ ലെവൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ലെവൽ ഓഫ് സ്റ്റഡി കൂടുകയാണ് ചെയ്യുന്നത്. ഇതിൽ നോളജ് ലെവൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. സ്കിൽസ് ലെവൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിലെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ്, ഇങ്ങനെ 4 പേപ്പറാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 13 എക്സാം ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 2 മുതൽ 3 വർഷം വരെ ആവും ഇത് തീരാനായിട്ട്. നിങ്ങൾ BCom ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 1.5 വർഷം മുതൽ 2 വർഷം വരെ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാം. അതായത് നിങ്ങൾ 9 പേപ്പറേ അവിടെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ നോളേജ് ലെവലിലെ 3 പേപ്പറും സ്കിൽസ് ലെവലിലെ 1 പേപ്പറും, മൊത്തം 4 പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഈ 4 പേപ്പർ എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് എക്സാം ആണ്. അതായത് നിങ്ങൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം സെന്ററും ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ എക്സാമിന്റെ ഡേറ്റും സെലക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ എക്സാംസും പ്രീ ഡിറ്റർമൈൻഡ് ആണ്. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 4 അവസരങ്ങൾ, 4 ഓപ്പർച്യൂണിറ്റീസ് ആണ് എക്സാം എഴുതാനായിട്ട് ഉള്ളത്. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങളുടെ ആദ്യമായിട്ടാണ് ഈ എക്സാം വരുന്നത്. പിന്നെന്ന് പറയുന്നത് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. കമ്പ്യൂട്ടർ നോളജ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. സ്കിൽസ് ലെവലിലെ എക്സാമിൽ 60% ഒബ്ജക്റ്റീവ് ടൈപ്പും 40% നറേറ്റീവ് ടൈപ്പും ആണ് വരുന്നത്. പ്രൊഫഷണൽ ലെവലിൽ 100% നറേറ്റീവ് ആണ്. വേർഡ്, എക്സൽ എന്നീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതേണ്ടത്. പഠനം കഴിഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പഠനത്തോടൊപ്പമോ നിങ്ങൾക്ക് 3 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഇതിൽ ലഭിക്കാവുന്ന ജോബ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, ടാക്സ് അനലിസ്റ്റ്, റിസ്ക് അനലിസ്റ്റ്, ബിസിനസ് വാല്യുവേഷൻ എന്നീ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ ലഭിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ കോഴ്സിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.